നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലൂരിൽ നിന്നും പുലക്കാട്ടുകരയിൽ നിന്നും രാസലഹരിയുമായി 2 പേർ പോലീസ് പിടിയിൽ. പുതുക്കാട് മണ്ഡലം MLA വിദ്യാഭ്യാസ പുരസ്കാരം 2025 ഒന്നാം ഘട്ടത്തിന്റെ ആലോചനാ യോഗം ചേർന്നു. ഫിഷറീസ് വകുപ്പിന്റെ അഴീക്കോട് മേഖല ചെമ്മീൻ വിത്തുൽപാദന യൂണിറ്റിന്റെയും അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലാബിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മലയോര മേഖലയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിച്ച് RJD മേഖലാതല കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു. അസോസിയേറ്റ്സ് ഓഫ് കാർമൽ വിജയോത്സവം നടത്തി. ജൂലൈ 9 നടക്കാൻ പോകുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മെയ് 20 പ്രതിഷേധ ദിനമായി സംയുക്ത ട്രേഡ് യൂണിയൻ ആചരിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. നിശബ്ദമായ കാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയാണ് കൊരട്ടി അമല ഫെല്ലോഷിപ്പ് എന്ന് അഡ്വക്കേറ്റ് KB സുനിൽകുമാർ. ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ബ്ലോക്കുകളുടെ ഉദ്ഘാടനം 23 നടത്തും. വിശദമായ വാർത്തയിലേക്ക്. കല്ലൂരിൽ നിന്നും പുലക്കാട്ടുകരയിൽ നിന്നും രാസലഹരിയുമായി 2 പേർ പോലീസ് പിടിയിൽ. തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പുലക്കാട്ടുകര ജംഗ്ഷന് സമീപത്ത് നിന്ന് തൃക്കൂർ സ്വദേശി ചിറക്കൽ വീട്ടിൽ ധീരജ് എന്നയാളെയും കല്ലൂർ മാവിൻചുവട് ജംഗ്ഷന് സമീപത്ത് നിന്നും പാലക്കാപ്പറമ്പ് സ്വദേശി കോണോത്തുപറമ്പിൽ ആകാശ് എന്നയാളെയും നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട രാസലഹരിയായ MDMAയുമായി പിടികൂടിയത്. പുതുക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, ലാലു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിതീഷ്, ഡ്രൈവർ CPO ആൻഡ്രു എന്നിവരും ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് മണ്ഡലം MLA വിദ്യാഭ്യാസ പുരസ്കാരം 2025 ഒന്നാം ഘട്ടത്തിന്റെ ആലോചനാ യോഗം ചേർന്നു. ബ്ലോക്ക് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, EK സദാശിവൻ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ സ്കൂൾ പ്രിൻസിപ്പാൾമാർ, പ്രധാന അധ്യാപകർ, PTA പ്രസിഡന്റുമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 2025 ജൂൺ 1 പ്രജ്യോതി നികേതൻ കോളേജിൽ വച്ചാണ് പുതുക്കാട് മണ്ഡലം MLA വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര ചടങ്ങ്. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ഫിഷറീസ് വകുപ്പിന്റെ അഴീക്കോട് മേഖല ചെമ്മീൻ വിത്തുൽപാദന യൂണിറ്റിന്റെയും അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലാബിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രമാണ് 1978 ആരംഭിച്ച അഴീക്കോട് മേഖല ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രം. ഡോക്ടർ KH അരിക്കുഞ്ഞിയുടെ നേതൃത്വത്തിലാണ് ഫിഷറീസ് വകുപ്പ് ഹാച്ചറി സ്ഥാപിച്ചത്. നിലവിലെ ഹാച്ചറിയിലെ ഓരുജല മത്സ്യവിത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 860 ലക്ഷം രൂപ ചെലവഴിച്ച് ഓരുജല മത്സ്യവിത്തുൽപാദന യൂണിറ്റ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിലൂടെ മത്സ്യകർഷകർക്ക് ആവശ്യമായ കരിമീൻ, കാളാഞ്ചി, പൊമ്പാനോ, തിരുത, പൂമീൻ തുടങ്ങിയ മത്സ്യ ഇനങ്ങളുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകാൻ കഴിയും. കൂടാതെ 38 ലക്ഷം രൂപ ചെലവിൽ ജനഗുണനിലവാരവും മത്സ്യരോഗ നിർണയത്തിനുമുള്ള അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് ലാബും ഒരുക്കിയിട്ടുണ്ട്. മത്സ്യരോഗ നിർണയത്തിനാവശ്യമായ മൈക്രോബയോളജി സംവിധാനങ്ങളും PCR ഉപകരണങ്ങളും ലാബിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ET ടൈസൺ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ,
TK ചന്ദ്രബാബു, വിനീത മോഹൻദാസ്, MS മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, പ്രസീന റാഫി, സന്തോഷ് കോരുചാലിൽ, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ S. സന്തോഷ് കുമാർ, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ആശ അഗസ്റ്റിൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ, ഷീജ ഫ്രാൻസിസ്, സഫ്ന നസറുദ്ദീൻ IAS, ഡോക്ടർ ആശ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ഈ ഒരു RSH റീജിയണൽ ഷ്രിംപ് ഹാച്ചറി ഫിഷറീസിന്റെ ഡെവലപ്മെന്റ് ഫിഷ് കാലത്ത് സ്ഥാപിച്ചതാണ്. ഈ ഒരു ഭാഗമാവുകയാണ് ഇന്നിവിടെ. ഈ CIFE ബോംബെയില് പുള്ളി ആദ്യത്തെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിലും ഒരു പങ്കുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചൗധരി സാറിന്റെ പേരിൽ 2 PhDക്ക് ഉണ്ട്. അതിലൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തപ്പോൾ ഈ മലയോര മേഖലയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിച്ച് RJD മേഖലാതല കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു. പരിയാരം മേഖല കുടുംബ സംഗമം കലാകാരൻ കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു. നിഷ്പക്ഷ രാഷ്ട്രീയമാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്നും സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും ചെറുപ്പം മുതലേ ജനതാ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് എന്നും മറ്റാരേക്കാളും ഇഷ്ടവും ആദരവും ഉണ്ടായിരുന്നുവെന്ന് കലാഭവൻ ജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലെ ജനതാ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്ന മുൻ MLA KJ ജോർജ് മുതൽ യൂജിൻ മോറേലി വരെയുള്ള നേതാക്കൾ എല്ലാം രാഷ്ട്രീയത്തിനപ്പുറം നാടിന്റെ നന്മ ആഗ്രഹിച്ച വ്യക്തിത്വങ്ങളാണ്. വരും നാളുകളിൽ ചാലക്കുടിക്ക് ഗുണപ്രദമായ നാടിന്റെ നന്മയുള്ള വ്യക്തിത്വങ്ങൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്നു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് V. ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, CFI ലോ കോളേജ് ഡയറക്ടർ PJ മാത്യു, മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CC ബാബു, RJD ദേശീയ കൗൺസിൽ അംഗം അജി ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ്, CPM നേതാവ് അജിത് പണ്ടാരപ്പറമ്പിൽ, ജിജു കരിപ്പായി, PK മനോജ് കുമാർ, ഹസീന നിഷാബ്, അപർണ ശരൺ, ഉണ്ണികൃഷ്ണൻ പ്ലാശ്ശേരി, AL കൊച്ചപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അസോസിയേറ്റ്സ് ഓഫ് കാർമൽ വിജയോത്സവം നടത്തി. 26 ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുള്ള 202 കുട്ടികൾക്കാണ് കാർമൽ അസോസിയേറ്റ്സ് കഴിഞ്ഞ 12 വർഷമായി സ്കോളർഷിപ്പ് നൽകി വരുന്നത്. അതിൽ നിന്നും 32 കുട്ടികൾ ഈ വർഷം SSLC പരീക്ഷ എഴുതുകയും അതിൽ 20 കുട്ടികൾ SSLC ഫുൾ A+ഉം 2 കുട്ടികൾക്ക് 9 A+ഉം കരസ്ഥമാക്കുകയും ബാക്കി കുട്ടികൾ മികച്ച വിജയം നേടുകയും ചെയ്തു. ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ വിജയോത്സവം ചടങ്ങിൽ വച്ച് ചാലക്കുടി MLA സനീഷ് കുമാർ മെമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ഒപ്പം കാർമൽ HSS, കാർമൽ അക്കാഡമി സ്കൂളുകളിൽ നിന്നും മികച്ച വിജയം നേടിയ അസോസിയേറ്റ്സ് ഓഫ് കാർമൽ മെമ്പർമാരുടെ മക്കളെയും ആദരിച്ചു. കാർമൽ സ്കൂളുകളുടെ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി CMI അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേറ്റ്സ് ഓഫ് കാർമൽ പ്രസിഡന്റ് ജോബി MJ മീറ്റിംഗിന് സ്വാഗതവും സെക്രട്ടറി രസീത ജോയ്സൺ നന്ദിയും പറഞ്ഞു. അസോസിയേറ്റ്സ് ഓഫ് കാർമൽ ഡയറക്ടർ ഫാദർ യേശുദാസ് ചുങ്കത്ത് CMI മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേറ്റ്സ് വൈസ് പ്രസിഡന്റ് വർഗീസ് KJ, ട്രഷറർ ആന്റണി പുല്ലൻ, ഹണി സുബിൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാനായിട്ട് നടത്തുന്ന പരിപാടികൾ. നിരവധി ക്യാമ്പുകളും അതോടൊപ്പം തന്നെ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ പ്രവർത്തനം
ജൂലൈ 9 നടക്കാൻ പോകുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മെയ് 20 പ്രതിഷേധ ദിനമായി സംയുക്ത ട്രേഡ് യൂണിയൻ ആചരിച്ചു. കൊടകരയിൽ ചേർന്ന പ്രതിഷേധ യോഗം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK മോഹനൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PG വാസുദേവൻ നായർ, അൻവർ സാദിഖ്, AK ബാലൻ, TS ആശിഷ് തുടങ്ങിയവർ സംസാരിച്ചു. CITUവിന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, സിജിൽ ചന്ദ്രൻ, സ്മിത ബാബു, ലിനോ മൈക്കിൾ, കുട്ടൻ പുളിക്കലാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നന്ദകുമാർ കോരപ്പത്ത്, ബാബു നെല്ലിക്കവിള, മുരളി വെട്ടിയാട്ടിൽ, നിസാർ കറപ്പം വീട്ടിൽ, ഫ്രാൻസിസ് ആരോദ, ഉസ്മാൻ മന്ത്രിക്കുത്ത്, ഹക്കീം പാറമേൽ, PA കമറുദ്ദീൻ, പരമേശ്വരൻ കരുമാലി, ബിനു മലയക്കുടി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിശബ്ദമായ കാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയാണ് കൊരട്ടി അമല ഫെല്ലോഷിപ്പ് എന്ന് അഡ്വക്കേറ്റ് KB സുനിൽകുമാർ. പ്രതിഫലം പറ്റാതെ നിശബ്ദമായ കാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയാണ് അമല ഫെല്ലോഷിപ്പ് കൊരട്ടി യൂണിറ്റ് അംഗങ്ങൾ. ഇത്തരം ചെറിയ കൂട്ടായ്മകൾ സമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്നുവെന്ന് ഡിസ്ട്രിക്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. അമല ഫെല്ലോഷിപ്പ് കൊരട്ടി യൂണിറ്റിന്റെ 12ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമല ഫെല്ലോഷിപ്പ് കൊരട്ടി യൂണിറ്റ് പ്രസിഡന്റ് VJ തോമസ് അധ്യക്ഷത വഹിച്ചു. അമല മെഡിക്കൽ കോളേജ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കൊരട്ടി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ നിഖിൽ പള്ളിപ്പാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമല മെഡിക്കൽ കോളേജ് PROമാരായ ജോസഫ് വർഗീസ്, സോണി, വാർഡ് മെമ്പർ ചാക്കപ്പൻ പോൾ വെളിയത്ത്, അമല ഫെല്ലോഷിപ്പ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കുര്യൻ, ജോർജ് V ഐനിക്കൽ, പോൾ VG, TO പൗലോസ്, റെൻസ് തോമസ്, ലീമ ജോസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികൾ നടത്തി. ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ബ്ലോക്കുകളുടെ ഉദ്ഘാടനം 23-ന് നടത്തും. ബ്ലഡ് കമ്പോണന്റ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് സെന്ററിന്റെയും നവീകരിച്ച ഔട്ട് പേഷ്യന്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനമാണ് നടക്കുക എന്ന് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലഡ് സെന്റർ വഴി രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആവശ്യമുള്ള രോഗികൾക്കും മറ്റ് ആശുപത്രികൾക്കും രക്തം വേർതിരിച്ച് ഘടകങ്ങളായി നൽകാനും സാധിക്കും. 1 കോടി രൂപ ചെലവിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. വെള്ളി ഉച്ചതിരിഞ്ഞ് 3:30 മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പ് പോളി കണ്ണുകാടൻ അധ്യക്ഷനാകും. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ നവീൻ ഊക്കൻ, TJ പൗലോസ്, സിസ്റ്റർ ലിനി തൊടുപറമ്പിൽ എന്നിവരും സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 220 രൂപ കൂടി ഗ്രാമിന് 8930 രൂപ, പവന് 71,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലൂരിൽ നിന്നും പുലക്കാട്ടുകരയിൽ നിന്നും രാസലഹരിയുമായി 2 പേർ പോലീസ് പിടിയിൽ. പുതുക്കാട് മണ്ഡലം MLA വിദ്യാഭ്യാസ പുരസ്കാരം 2025 ഒന്നാം ഘട്ടത്തിന്റെ ആലോചനാ യോഗം ചേർന്നു.
ഫിഷറീസ് വകുപ്പിന്റെ അഴീക്കോട് മേഖല ചെമ്മീൻ വിത്തുൽപാദന യൂണിറ്റിന്റെയും അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലാബിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മലയോര മേഖലയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിച്ച് RJD മേഖലാതല കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു. അസോസിയേറ്റ്സ് ഓഫ് കാർമൽ വിജയോത്സവം നടത്തി. ജൂലൈ 9 നടക്കാൻ പോകുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മെയ് 20 പ്രതിഷേധ ദിനമായി സംയുക്ത ട്രേഡ് യൂണിയൻ ആചരിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. നിശബ്ദമായ കാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയാണ് കൊരട്ടി അമല ഫെല്ലോഷിപ്പ് എന്ന് അഡ്വക്കേറ്റ് KB സുനിൽകുമാർ. ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ബ്ലോക്കുകളുടെ ഉദ്ഘാടനം 23 നടത്തും. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.